ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്ക് 4 മണി പലഹാരമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വൈകുന്നേരത്തൊക്കെ നമുക്കൊരു സ്നാക്കായിട്ടൊക്കെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു മുട്ടപ്പൊരിയുടെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. വളരെ ടേസ്റ്റി ആയിട്ട് വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കുന്നതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു സവാള പൊടിയായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ അത് ചെറിയ പീസുകളായിട്ട് വലിയ വലിയ കഷ്ണങ്ങളാക്കാതെ വളരെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മൾ ഒരു സവാളയുടെ പകുതി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഒരു ബൗളിലേക്ക് ഒരു മുട്ട, ഞാനിപ്പോൾ ഒരു മുട്ടയെ എടുത്തിട്ടുള്ളൂ, കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ സ്നാക്ക്. അപ്പോൾ കുറേ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് മുട്ടയുടെ എണ്ണം കൂട്ടിയെടുക്കാം. അപ്പോൾ ഒരു മുട്ട പൊട്ടിച്ച് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് നമ്മൾ ആദ്യം അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരല്പം ഉപ്പാണ്. അപ്പോൾ ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ എരിവിനായിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ സാധാരണ മുട്ട പൊരിക്കാനായിട്ട് ചെയ്യുന്നത് പോലെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ മുട്ടയുടെ മിക്സ് ഉണ്ടല്ലോ, അത് അതിലേക്ക് ഒഴിച്ചിട്ട് സാധാരണ നമ്മൾ മുട്ട പൊരിക്കുന്ന പോലെ ഒന്ന് പൊരിച്ചെടുക്കണം. തിരിച്ചും മറിച്ചും ഇട്ട് രണ്ട് ഭാഗവും നന്നായിട്ട് കുക്കായി കഴിയുമ്പോൾ നമുക്കതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി നമുക്ക് ഈ മുട്ട പൊരിച്ചത് ചെറിയ പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ വളരെ ചെറിയ പീസുകളായിട്ട് ഇങ്ങനെ സ്ക്വയർ പോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മറ്റൊരു ബൗളെടുത്ത് അതിലേക്ക് ഒരു 1/4 കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ മൈദയാണ്. അപ്പോൾ അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഈ ഒരു മിക്സിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, ഒരു ലേശം മുളക് പൊടി, ഇത്രയും ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു നുള്ള് ബേക്കിംഗ് സോഡയാണ്. അപ്പോൾ നമ്മൾ സോഡാപ്പൊടി ചേർത്ത് കൊടുത്തു. ഇനി എല്ലാം ചേർത്ത് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. എല്ലാം നന്നായിട്ട് മിക്സ് ആവുന്നതിൽ യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം അല്പം വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഇളക്കി കട്ടയൊന്നുമില്ലാതെ ബാറ്റർ തയ്യാറാക്കാം. ഒത്തിരി വെള്ളം പോലെ ആവരുത്, ഈ ഒരു പാകത്തിന് വേണം നമ്മൾ ബാറ്റർ തയ്യാറാക്കിയെടുക്കാനായിട്ട്. അതിനുശേഷം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് നമ്മൾ ഓയിൽ ചൂടായതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയുണ്ടല്ലോ, ആ മുട്ടയുടെ പീസ് ഓരോന്നും എടുത്ത് ഈ മിക്സിലേക്ക് മുക്കി നന്നായി കോട്ട് ചെയ്ത് ചൂടായ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിലൊക്കെ തീ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനായിട്ട് ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് നല്ലതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് മൊരിച്ചെടുക്കണം. നല്ല ഒരു ക്രിസ്പി ആകുന്നത് വരെ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കേണ്ടതാണ്. അപ്പോൾ മറ്റ് പലഹാരങ്ങളൊന്നും ഇല്ലാത്ത ദിവസങ്ങളിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരു മുട്ടയുണ്ടെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈസി സ്നാക്കിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ എല്ലാ ദിവസവും കഴിക്കാനല്ല, എണ്ണ പലഹാരങ്ങൾ എല്ലാ ദിവസവും കഴിക്കുന്നത് അത്ര നല്ലതല്ല. അതുകൊണ്ട് വല്ലപ്പോഴൊക്കെ കുട്ടികൾക്ക് ഇതുപോലെ ഒരു വെറൈറ്റി സ്നാക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. ചൂടോടെ കഴിക്കാനായാലും ചൂടാറിയിട്ട് കുറച്ചൊന്ന് തണുത്താലും കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരമാണ് നമ്മുടെ ഈ ഒരു മുട്ടപ്പൊരി എന്ന് പറയുന്നത്. നമ്മൾ പഴംപൊരി എന്നൊക്കെ പറയുന്ന പോലെ ഒരു മുട്ടപ്പൊരി. അപ്പോൾ ഇത് നമുക്കിനി ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ ഇത് വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമുക്കിനി ടൊമാറ്റോ സോസിൻ്റെ കൂടെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ മുക്കി കഴിക്കാനും നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.